ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മറയൂർ ട്രാവൽ വ്ലോഗിൻ്റെ അടുത്ത ഭാഗമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഭ്രമരം വ്യൂ പോയിൻറ്റിലേക്കാണ്. ഇപ്പോൾ ഭ്രമരം വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളിലേക്ക് കാണാം. ഭ്രമരം വ്യൂ പോയിൻ്റ് അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഭ്രമരം വ്യൂ പോയിന്റിന് പേര് വരാൻ കാരണം ഭ്രമരം സിനിമയാണ് കാരണമാണ്. ഭ്രമരം സിനിമയിലെ കുറേ ഓഫ് റോഡ് സീനൊക്കെ ഷൂട്ട് ചെയ്തത് മറയൂർ ഈ ഭാഗത്തൊക്കെയാണ്. അങ്ങനെയാണ് ഇവിടെ ഭ്രമരം വ്യൂ പോയിന്റിന് പേര് വരാൻ കാരണം. ഇതിൻ്റെ മുമ്പത്തെ പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കണേ. ഇത് അത്യാവശ്യം കുറച്ചൊരു സാഹസികമായ യാത്രയാണ്. അങ്ങനെ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് എത്താറായി. അവിടെ അകലെ എർമാടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭ്രമരം വ്യൂ പോയിൻ്റ് അവിടെ എത്തിയപ്പോൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം ഒരു സാഹസികമായ യാത്രയാണ്. അവിടെ കുണ്ടംകുഴിയൊക്കെ നിറഞ്ഞ റോഡായിരുന്നു. ഇവിടെ നിന്നാട്ട് കുറച്ചധികം ഉണ്ട് നടക്കാൻ. അപ്പോൾ നമുക്ക് എറണാകുളത്തേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഏർമാടത്തിനുള്ളിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ച കാണുക നല്ല അതിമനോഹരമായ വ്യൂ ആണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എറണാകുളത്തിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് അറ്റത്തോട്ട് നടക്കാനുള്ളൊരു ഇതുണ്ട്. അവിടെ നിന്ന് താഴത്തോട്ട് നോക്കാനുള്ളൊരു വിദൂരമായ ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ആ മലയുടെ അറ്റത്തോട്ട് നടക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ താഴെ കുറേ ഗ്രാമങ്ങളും അതൊക്കെ കാണാൻ പറ്റും. അവിടെ വന്നപ്പോൾ ഇവർക്കൊരു ആഗ്രഹം, പബ്ലിക്കായിട്ടൊരു ഡാൻസ് റീൽ, ഈ റീല് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അത് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ജീപ്പിൽ കയറി അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്ര തുടർന്നു. അടുത്തത് നമ്മൾ പോകുന്നത് ശർക്കര ഫാക്ടറിയിലേക്കാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ
മാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണിത്. അങ്ങനെ നമ്മളവിടെ ശർക്കര ഫാക്ടറിയിലെത്തി. ശർക്കര ശർക്കര ഇങ്ങനെയാണ് ഇവിടെ അച്ച് ശർക്കര ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ട ശർക്കര ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശർക്കര ഉരുക്കിയിട്ടൊക്കെയാണ് അത് പല പല രീതിയിലോട്ട് ആക്കുന്നു. ഇവിടെ ഇതിനകത്തത് മറ്റേ കരിമ്പ് അതിനകത്തുനിന്ന് പ്രോസസ്സായി വന്നിട്ട് ശേഷം ഇതിനകത്ത് അതിൻ്റെ നീര് വന്നു കഴിഞ്ഞാണ് ഇവിടെ നിന്നാണ് നല്ല രീതിയിൽ ഉരുകിയിട്ടാണ് അപ്പുറത്തെ ഭാഗത്തിലോട്ട് ഇവർ മാറ്റിയിടുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ടി ആയിട്ട് വരും. അതിന് ശേഷമാണ് അത് ചൂടാറാൻ വെച്ചിട്ട് അവരൊരു അച്ചോ ഉണ്ട ശർക്കരയോ അങ്ങനെ ആക്കി വെക്കുന്നത്. മറയൂർ വരുമ്പോൾ എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ശർക്കര ഫാക്ടറി. ഈ ഇവിടുത്തെ കരിമ്പിൻ്റെ വേസ്റ്റ് തന്നെയാണ് ഇവർ തീ കത്തിക്കാനായിട്ടും ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരും ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.